ಇಬ್ಬಂದಿಯಲ್ಲಿಯೇ ದರ್ಶನ ಕಾಣೋ ദളിതരും ദരിദ്രരും ബ്രാഹ്മണരും ആയും ശേഖർ പൂർണ്ണ എഴുതിയ സചിത്ര ലേഖനം. വണക്കം. എന്റെ പേര് ചന്ദ്രശേഖർ വിട്ടസന്ദ്ര. എന്റെ പേരിന്റെ അവസാനം പൂർവികരുടെ ഗ്രാമപ്പേര് എന്നതിനപ്പുറം ശർമ്മ, റാവു, ദീക്ഷിത്, ചതുർവേദി അല്ലെങ്കിൽ മറ്റ് യാതൊരുവിധ പദവികളും അംഗപ്പേരുകളും ചേർക്കപ്പെട്ടിട്ടില്ല. തിരുപ്പതി തിമ്മപ്പനെ, വെങ്കടാചലപതിയെ ആരാധിക്കുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്റെ പിതാവായ ഗുണ്ടണ്ണ ശൃംഗേരിയിൽ കുറച്ചുകാലം വിദ്യാഭ്യാസം നേടിയിരുന്നതായി കുടുംബത്തിലെ മുതിർന്നവർ പലപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. വേനൽക്കാലങ്ങളിൽ ശൃംഗേരി മഠത്തിന് സമീപമുള്ള പുഴയിൽ നീന്താൻ എന്റെ പിതാവ് പോകാറുണ്ടായിരുന്നുവത്രേ. ഒരിക്കൽ ചന്ദ്രശേഖര ഭാരതി ഗുരുക്കൾ കുളിക്കാനായി വന്നപ്പോൾ ക്ഷേത്രത്തിന് സമീപമുള്ള പുഴയിലെ ഒഴുക്കിൽപ്പെട്ടു പോയത് ശ്രദ്ധയിൽപ്പെട്ട എന്റെ പിതാവ്, അദ്ദേഹം നല്ലൊരു നീന്തൽക്കാരനായിരുന്നു, ഗുരുക്കളെ രക്ഷിച്ച് കരയിലെത്തിച്ചു എന്നൊരു കഥ കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ നിര്യാണത്തിന് ശേഷമാണ് ഞാൻ ജനിച്ചത് എന്നതിനാൽ അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി എനിക്ക് ചന്ദ്രശേഖർ എന്ന് പേരിട്ടു എന്ന വിവരവും പിന്നീട് ഞാൻ അറിഞ്ഞു. എന്റെ പിതാവിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുതിർന്നവരുടെ സംഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായതുകൊണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം അസത്യമുണ്ട് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ എനിക്ക് കഴിയില്ല. സ്വത്വത്തിന്റെ നൂലും സന്യാസ ചിന്തയും. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു എന്നത് എന്റെ കയ്യിലുള്ള കാര്യമായിരുന്നില്ല, കാരണം ജനനം എന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല. യാതൊരു തെരഞ്ഞെടുപ്പുമില്ലാതെ ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ഞാൻ ഒരിക്കലും യജ്ഞോവീതം, പൂണൂൽ എന്റെ തോളിൽ സ്ഥിരമായി ധരിച്ചിട്ടില്ല. ഉത്സവങ്ങളിലോ കുടുംബത്തിലെ ശുഭകാര്യങ്ങളിലോ മുതിർന്നവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചിലപ്പോൾ ധരിച്ചിട്ടുണ്ട്. എന്നാൽ 2 ദിവസത്തിൽ കൂടുതൽ അത് എന്റെ തോളിൽ അവശേഷിച്ചിട്ടുള്ളത് വളരെ അപൂർവമാണ്. എനിക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ യജ്ഞോവീതം ധരിക്കാനുള്ള ധാർമ്മികമായ യോഗ്യയോ അല്ലെങ്കിൽ പരമ്പരാഗതമായ മതപരമായ യോഗ്യയോ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തീരുമാനത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഞാൻ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം, എനിക്ക് ചെറുപ്പം മുതലേ സന്യാസ ജീവിതത്തോട് വലിയ ആകർഷണമായിരുന്നു. സന്യാസിയാകുന്നവർ തങ്ങൾക്ക് തന്നെ യജ്ഞോവീതം അഴിച്ചുമാറ്റി സ്വന്തം ശ്രാദ്ധകർമ്മങ്ങൾ സ്വയം നിർവഹിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കോ എന്റെ മുതിർന്നവരും ഇളയവരുമായ ബന്ധുക്കൾക്കോ ഇപ്പോഴത്തെ അല്ലെങ്കിൽ എന്റെ മുൻതലമുറയിലുള്ളവർക്കോ യജ്ഞോവീതം ധരിക്കാനുള്ള അർഹയില്ല. ഉത്സവ നാളുകളിലെ സദ്യ ആസ്വദിക്കുന്ന പരിമിതമായ വട്ടത്തിലേക്ക് മാത്രം എന്റെ പങ്കാളിത്തം ചുരുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബോധപൂർവം തന്നെ ഞാൻ അത് അഴിച്ചുമാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു വശത്തിരിക്കട്ടെ, മനസ്സിന് തോന്നിയ 1-2 വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം മുതലേ എനിക്ക് സന്യാസത്തിൽ താൽപ്പര്യമുണ്ട്. ഒരു സന്യാസിയായിത്തീരണം എന്ന ആഗ്രഹവും ആന്തരികമായ സമ്മർദ്ദവും എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കർണാടക ഹൈക്കോടതിയിലെ കേസുകളിൽ ഹാജരായി എന്റെ അപേക്ഷകളും വാദങ്ങളും സമർപ്പിക്കാൻ പോകുമ്പോൾ അല്പം അലക്കി ഇസ്തിരിയിട്ട പാന്റും ഷർട്ടും ധരിക്കുന്നതൊഴിച്ചാൽ ബാക്കി സമയങ്ങളിലെല്ലാം കാവി മുണ്ട് ഉടുക്കുന്നതാണ് ഞാൻ ശീലമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പൂർണ്ണ സന്യാസി അല്ലെങ്കിലും ഒരു അര സന്യാസി ആയി എന്നെ തന്നെ വർഗീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ എന്റെ അനുഗ്രഹം തേടി എന്റെ കാലിൽ വീഴണമെന്നല്ല, മറിച്ച് മുതിർന്നവരായാലും ഇളയവരായാലും അവർക്കെല്ലാം സാഷ്ടാംഗം പ്രണമിക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഞാൻ അത് ചെയ്യാറുണ്ട്. സാമൂഹിക സാഹചര്യങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുടെ സംഘട്ടനവും. ഇതോടൊപ്പം സാമൂഹിക അന്തരീക്ഷത്തിലെ ഉച്ചനീചത്വങ്ങൾ കണ്ട് ഞാൻ വേദനിച്ചിട്ടുണ്ട്. ആ അധിക്ഷേപകരമായ വാക്കുകളുടെ സാഹചര്യങ്ങൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. കൂടാതെ 6ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നതിനാൽ വീട്ടിൽ ദിവസവും കേൾക്കുന്ന ചീത്തവിളികൾ തീവ്രമായിക്കൊണ്ടേയിരുന്നു. എന്നെ കുറച്ചൊക്കെ സ്വാധീനിച്ച ഗാന്ധിയെയും കാറൽ മാർക്സിനെയും പോലെ എല്ലാവരിലും ഒരാളായി മാറാൻ, എല്ലര ഒളകാകലു എന്റെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമവും എനിക്കുള്ളിലുണ്ട്. സാമൂഹിക സാഹചര്യങ്ങളെ മുന്നിൽ നിർത്തി ചരിത്രത്തെക്കൂടി കൂട്ടിക്കലർത്തി സാമൂഹിക അസമത്വങ്ങൾക്കെല്ലാം കാരണം ബ്രാഹ്മണ ജാതി മാത്രമാണ് എന്ന വാദം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തീവ്രമായി മുന്നോട്ട് കൊണ്ടുവന്ന് ആനന്ദിക്കുന്നത് എനിക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. ആ വാദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അധിക്ഷേപങ്ങൾ പലപ്പോഴും എനിക്ക് വേദന മാത്രമാണ് നൽകിയിട്ടുള്ളത്. നിത്യാഗ്നിഹോത്രവും ത്രികാല സന്ധ്യാവന്ദനവും ചെയ്തില്ലെങ്കിൽ നീ എന്തൊരു മനുഷ്യനാണ് എന്ന ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ നിയമങ്ങൾ നിർബന്ധമാക്കുന്ന പാരമ്പര്യ ബ്രാഹ്മണ മുതിർന്നവരോടും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ബ്രാഹ്മണരോടും എനിക്കുള്ള ധിക്കാരം, എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ കേട്ടിട്ട് എന്നെ ഒരു സ്വാർത്ഥ വലതുപക്ഷക്കാരൻ എന്ന തീരുമാനത്തിൽ ദയവായി എത്തിക്കരുത്. അതേസമയം ഞാൻ ദിവസത്തിൽ 24 മണിക്കൂറും ഇടതുപക്ഷ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയുമല്ല. ഞാൻ പൂണൂലിൽ തൂങ്ങിക്കിടക്കുന്നവനുമല്ല. അങ്ങോട്ട് ഇടതുപക്ഷക്കാരനാകാനും കഴിയാതെ ഇങ്ങോട്ട് പൂണൂലിന് കീഴടങ്ങിയ ബ്രാഹ്മണനാകാനും കഴിയാതെ ഇരുതലപ്പുകൾക്കിടയിൽ പെട്ട് പേശികൾ ഉരുകി ജീവിക്കുന്ന ഈ നരകതുല്യമായ ശാപം എന്നെപ്പോലുള്ളവർക്ക് നരകം മാത്രമേ കാണിച്ചു തരൂ, മോക്ഷം എന്തായാലും നൽകില്ല.
അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഈ സന്ദേഹഭരിതമായ ജീവിതം മാത്രം എനിക്ക് നൽകരുതേ എന്ന് ഞാൻ വിശ്വസിക്കാത്ത ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഒരു കാര്യം എനിക്ക് കൃത്യമായി പറയാൻ കഴിയും, ഇടതുപക്ഷ ചിന്തകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആ ചിന്തകളുടെ സ്വാധീനം എന്നിൽ അവശേഷിക്കുന്നുണ്ടെന്ന കാര്യം ഇവിടെ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതത്തിനും ജാതിക്കും അതീതമായി ഞാൻ ഒരു വിശ്വമാനവനായില്ലെങ്കിലും ഒരു മനുഷ്യനായി നിലകൊള്ളാനെങ്കിലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക് സംഘിന്റെയും RSS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പോരാട്ടങ്ങളെ എനിക്ക് ഒരേ സമയം ബഹുമാനിക്കാൻ കഴിയും. ഇതാണ് എന്റെ ഇപ്പോഴത്തെ സന്ദേഹാവസ്ഥ. എന്നെപ്പോലെ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടെന്നത് ഒരു യഥാർത്ഥ വസ്തുതയാണ്. ദളിത് പ്രസ്ഥാനങ്ങളും AI സ്വാധീനവും. ഇവിടെ മുതൽ ഈ സചിത്ര ലേഖനത്തിന്റെ രണ്ടാമത്തെ പ്രധാന ഭാഗമായ എന്റെ ചിന്തകളും പ്രതികരണങ്ങളും ഞാൻ രേഖപ്പെടുത്തുന്നു. വിഷയം: ദളിത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വാധീനം എന്തായിരിക്കും എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നുവരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ പേരുമായി വിശദമായിട്ടല്ലെങ്കിലും ചുരുക്കത്തിൽ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരോടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രജാവാണി പത്രത്തിൽ എന്റെ സഹപ്രവർത്തകനായിരുന്ന ഇന്ദുധര ഹോണ്ണാപുര, ഇപ്പോഴത്തെ ഗ്രേറ്റർ ബാംഗ്ലൂർ അതോറിറ്റിയുടെ ലീഗൽ സെല്ലിൽ ലോ ഓഫീസറായി ജോലി ചെയ്യുന്ന ചൈത്ര ഹോണ്ണാപുര, നിയാസ് ഫാറൂഖിയുടെ മികച്ച കൃതിയായ ആൻ ഓർഡിനറി മാൻ എസ് ഗൈഡ് ടു റാഡിക്കലിസം മലയാളത്തിലേക്ക് കന്നഡയിലേക്ക് വിവർത്തനം ചെയ്ത എന്റെ സഹപ്രവർത്തകൻ കൂടിയായ ഡി. ഉമാപതി എന്നിവരെയാണ്. എട്ടോ ഉമാപതി, നിന്റെ വിവർത്തന കൃതി ആരാണ് പരിശോധിച്ചതെന്ന് അറിയില്ല, എന്നാൽ അതിൽ വണ്ടി നിറയെ അച്ചടിപ്പിശകുകളുണ്ട്. ഒരുപക്ഷെ രണ്ടാം പതിപ്പ് ഇറങ്ങുകയാണെങ്കിൽ ആ തെറ്റുകൾ തിരുത്താൻ നിന്റെ പ്രസാധകനോട് പറയൂ, ഇതാണ് എന്റെ അഭ്യർത്ഥന. ഈ വിവർത്തനത്തിലെ അച്ചടിപ്പിശകിനെക്കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേക്കാം. ഞാൻ കന്നഡ സാഹിത്യ .com മുന്നിൽ നിന്ന് നടത്തിയിരുന്ന സമയത്ത് പല എഴുത്തുകാരെയും അവരുടെ കൃതികൾ ഉപയോഗിക്കുന്നതിനുള്ള അനുമതിക്കായി നേരിട്ട് പോയി കാണാറുണ്ടായിരുന്നു. നമ്മുടെ ദളിത് കവി സിദ്ധലിംഗയ്യയുടെ അനുമതി വാങ്ങാൻ അദ്ദേഹത്തിന്റെ വീട്ടിലും ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ സംഗ്രഹം ഇതാണ്: സ്കൂളുകളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാത്തതുകൊണ്ടാണ് ദളിതർ പിന്നാക്കം പോയത് എന്ന വാദത്തിന്റെ തീവ്രത അദ്ദേഹം വളരെ മർമ്മസ്പർശിയായും ആകുലയോടും കൂടി പ്രകടിപ്പിച്ചു. അതിന് ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം പ്രതികരിച്ചു: ഇംഗ്ലീഷ് നിങ്ങൾ തന്നെ വെച്ചോളൂ, ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ വിട്ടുതരൂ. എന്തൊക്കെയായാലും ഞാൻ അടിസ്ഥാനപരമായി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനല്ലേ. എന്റെ വാദത്തെ കൂടുതൽ വ്യക്തമാക്കാനും ഈ ലേഖനത്തിന്റെ കേന്ദ്ര പ്രമേയത്തിന് അനുയോജ്യമാക്കാനും നമുക്കൊരു സാഹചര്യം സങ്കൽപ്പിക്കാം. ഒരു വലിയ IT ഓഫീസ്. അതിന്റെ കോമ്പൗണ്ട് മതിലിനു പുറത്ത് റോഡരികിൽ ഒരു തള്ളുവണ്ടിയിൽ വറുത്തതും വറുത്തുകൊണ്ടിരിക്കുന്നതും പുഴുങ്ങിയതുമായ നിലക്കടല വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ. 4 പൈസയോ രൂപയോ കൂടുതൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ IT ഓഫീസിന് സമീപമുള്ള റോഡരികിൽ കടല വിറ്റ് അവൻ എങ്ങനെയൊക്കെയോ തന്റെ ചിലവുകൾ നടത്തിക്കൊണ്ടുപോകുന്നു. ഇതേ കടല കൃഷ്ണരാജേന്ദ്ര KR മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നത് സത്യം തന്നെയാണ്. IT ഓഫീസിലെ ജീവനക്കാർക്ക് അവരുടെ ഓഫീസിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങളും പിസ്സയും ബർഗറും കഴിച്ച് മടുപ്പ് തോന്നുമ്പോൾ അവർ ഓഫീസിൽ നിന്ന് താഴെയിറങ്ങി വന്ന് കോമ്പൗണ്ട് മതിലിന് അപ്പുറത്തുള്ള ആ തള്ളുവണ്ടിക്കാരന്റെ നിലക്കടലയോ അല്ലെങ്കിൽ നടപ്പാത കയ്യേറി നിർമ്മിച്ച ചെറിയ കടയിലെ കുപ്പിയിലിരിക്കുന്ന നിലക്കടല മിഠായി ചിക്കി വാങ്ങി അവിടെ വെച്ച് തന്നെ കഴിക്കുന്നു. ഒരു സിഗരറ്റ് കത്തിച്ച് ഓഫീസിലെ ഗോസിപ്പുകളെക്കുറിച്ച് സഹപ്രവർത്തകനോട് സംസാരിക്കുന്ന സുഖം അനുഭവിച്ചുകൊണ്ട് 10,000 ശമ്പളം വാങ്ങുന്ന ആ ജീവനക്കാരന് ഈ കടലക്കച്ചവടക്കാരൻ അല്പം കൂടുതൽ ലാഭത്തിന് സാധനം വിൽക്കുന്നത് എനിക്ക് വലിയൊരു കുറ്റമായി തോന്നുന്നില്ല. അത് വാങ്ങുന്ന IT ജീവനക്കാരന് ആ 2 കാശിന്റെ അധികച്ചിലവ് ഒരു വലിയ കാര്യമേയല്ല. അത് അവന് വലിയൊരു നഷ്ടവുമല്ല. ഞാൻ അവനെ ഒരിക്കലും ഒരു റോബിൻ ഹുഡ് ആയി കണക്കാക്കുകയുമില്ല. എന്നാൽ അങ്ങനെ ദൂർത്തടിച്ച് ചിലവാക്കുന്ന സ്വഭാവം ഒരുതരം അഹങ്കാരപൂർണമായ ആഡംബര ആഘോഷം കാരണം വിപണിയിലെ വിലയെ വിപരീതമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനാൽ ഒരു ദളിതനോ ദരിദ്രനോ ആ വില താങ്ങാനുള്ള ശേഷി നഷ്ടപ്പെട്ടു വരുന്നു എന്നത് നമ്മുടെ കൺമുന്നിലുള്ള സത്യമാണ്. കടലക്കച്ചവടക്കാരനോ ദളിതനോ ദരിദ്രനോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർക്കോ വിപണിയിലെ വിലയെ നേരിടാനുള്ള ശേഷി നാൾക്കുനാൾ ക്ഷയിച്ചുവരുന്ന സാഹചര്യം നാം ഇതിനകം കണ്ടുകഴിഞ്ഞു. മധ്യവർഗത്തിൽപ്പെട്ട എനിക്ക് പോലും ആ വിപണി വില താങ്ങാനുള്ള ശേഷി തീർച്ചയായും ഇല്ല. അങ്ങനെയെങ്കിൽ ദളിത് സമൂഹത്തിൽപ്പെട്ടവരോ കടലക്കച്ചവടക്കാരനോ ദരിദ്രനോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരോ ഇപ്പോൾ നമ്മൾ ഏത് സംഘടനയിലാണ് ചേരേണ്ടത്? വരാനിരിക്കുന്ന മഹാവിപത്ത് AI കാരണം ജോലി നഷ്ടപ്പെടുന്ന 10,000കണക്കിന് ജീവനക്കാർ വരും ദിവസങ്ങളിൽ ഈ കടലക്കച്ചവടക്കാരന്റെ കൂടെ തെരുവിൽ ചേരുന്ന ദിവസങ്ങൾ ഒട്ടും ദൂരെയല്ല എന്നത് വ്യക്തമായി തുടങ്ങുന്നു. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ ആകട്ടെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആകട്ടെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആകട്ടെ വരുത്തിവെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിയുടെ കടബാധ്യത വിവരമുള്ള ജനങ്ങളുടെ അറിവിന് പുറത്തുള്ള ഒന്നുമല്ല.
അഴിമതി നിറഞ്ഞ BJP അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനു നടുവിൽ മറ്റൊരു രാക്ഷസ ശക്തിയായി AI ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന വേളയിൽ ദരിദ്രരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും പ്രസ്ഥാനങ്ങളുടെ ഭാവി എന്താകാൻ പോകുന്നു എന്നൊരു ചോദ്യം എന്നിൽ ഉയരുന്നു. ആ പ്രസ്ഥാനങ്ങൾ നശിച്ചുപോകുമോ എന്ന ഭയവും ദുഃഖവുമാണ് ഇന്ന് എനിക്കുള്ളത്. ഞാൻ നേരത്തെ എന്റെ സന്ദേഹാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ദരിദ്ര, ന്യൂനപക്ഷ, ദളിത് പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിലുള്ളവർ ഐഡിയയുടെയും AI സംസ്കാരത്തിന്റെയും ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും കർശനമായ നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കാൻ സർക്കാരിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. COVID-19 മഹാമാരിയുടെ സമയത്ത് കൂട്ടത്തോടെ ശ്മശാനങ്ങളിൽ ചിതകൾ എരിയുന്നത് നാം കണ്ടു. ഐഡിയും AIയും എന്ന ഈ രണ്ട് വൈറസുകൾ കൂടുതൽ മാരകമായി പടർന്നുപിടിച്ച് സമൂഹത്തിൽ കൂട്ടത്തോടെയുള്ള സാമ്പത്തിക സാമൂഹിക ചിതകൾ ഉടൻ തന്നെ കൂട്ടാൻ പോകുന്ന ദിവസങ്ങൾ ഒട്ടും ദൂരെയല്ല. ഈ കൂട്ടനാശത്തിന് ശേഷവും AI കമ്പനികൾക്കായി പതിനായിരക്കണക്കിന് കോടികളുടെ നിക്ഷേപം ഇറക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് നമ്മൾ സങ്കടപ്പെടേണ്ടത്, എന്തിനെക്കുറിച്ചാണ് സന്തോഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഈ സാഹചര്യം എന്നിൽ നിരാശ നിറഞ്ഞ ആകുലതകളെയും ദയനീയതയെയും വർദ്ധിപ്പിക്കുന്നു. ഉപസംഹാരം. ഇതെല്ലാം കേട്ടതിന് ശേഷം എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. എന്നെ കുറ്റബോധമുള്ള, ഗിൽറ്റുള്ള ബ്രാഹ്മണൻ എന്ന് വർഗീകരിക്കരുത്. ജാതിക്കും മതത്തിനും അതീതമായി ജീവിക്കാനാണ് എന്റെ ശ്രമം. ഈ കാര്യത്തിൽ ഞാൻ വിജയിച്ചു എന്ന അഹങ്കാരമൊന്നും എനിക്കില്ല. എന്റെ ഈ ചിന്തകളുടെ ഭാരവും ചുമന്ന് ഇത് കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി. ഒന്നു മാത്രം ഉറപ്പായിക്കഴിഞ്ഞു, അങ്ങോട്ട് ബ്രാഹ്മണരും എന്നെ കൂട്ടത്തിൽ ചേർക്കില്ല, അവർ ബഹിഷ്കരിക്കും. ഇങ്ങോട്ട് ബ്രാഹ്മണേതരരും എന്നെ സ്വാഗതം ചെയ്യില്ല, അവരും എന്നെ മാറ്റി നിർത്തും. RSS എന്നെ വിശ്വസിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്നെ പുറത്തു നിർത്തും. ഞാൻ ആരുടെയൊക്കെ നടുവിലാണോ എന്റെ ജീവിതം കെട്ടിപ്പടുത്തത്, അവർ എന്നെ മാറ്റി നിർത്തിയപ്പോഴും ഞാൻ തന്നെ അവരെ ബഹിഷ്കരിച്ച് അവരിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചപ്പോഴും ഞാൻ വാനപ്രസ്ഥത്തിനപ്പുറമുള്ള സന്യാസത്തെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നത് സത്യം തന്നെയല്ലേ? അടുത്ത വിഷയം, ഞാൻ എന്തുകൊണ്ട് വെളുത്തുള്ളി ചേർത്ത പലഹാരങ്ങൾ കഴിക്കുന്നില്ലെന്നും എന്തുകൊണ്ട് സസ്യാഹാരിയായി തന്നെ തുടരുന്നുവെന്നും ഉള്ളതിനെക്കുറിച്ചുള്ള എന്റെ ചിന്തകൾ വരും ദിവസങ്ങളിൽ പങ്കുവെക്കാം. ആദരവോടെ, ശേഖർ പൂർണ്ണ. 2026 ജൂൺ 13.